2027 നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ഈ താഴെ പറയുന്ന മണ്ഡലങ്ങളിൽ ഇവരൊക്കെയായിരിക്കും അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെയും അതേപോലെ വലതുപക്ഷത്തിൻ്റെയും സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ പോകുന്നത്. ആ മണ്ഡലങ്ങൾ ഏതാണെന്നും ആ സ്ഥാനാർത്ഥികൾ ആരാണെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. വർക്കല നിയമസഭാ മണ്ഡലം നമുക്കറിയാം. നിലവിൽ CPM-ലെ അഡ്വക്കേറ്റ് വി ജോയിയാണ് അവിടുത്തെ MLA. കഴിഞ്ഞ 2 ടേമുകളായി അദ്ദേഹമാണ് അവിടെ MLA ആയി തുടരുന്നത്. നിലവിൽ അദ്ദേഹം CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയാണ്. അതുകൊണ്ട് തന്നെ 3ാമത് ഊഴത്തിൽ മത്സരിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വർക്കല നിയമസഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് വർക്കല ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് ഷാജഹാനാണ്. വർക്കല നിയമസഭാ മണ്ഡലത്തിൽ 2026 UDF സ്ഥാനാർത്ഥിയെ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് 15 വർഷക്കാലം വർക്കല നിയമസഭാ മണ്ഡലത്തിലെ MLA ആയിട്ടുള്ള വർക്കല കഹാർ ആയിരിക്കും 2026 വർക്കല നിയമസഭാ മണ്ഡലത്തിലെ വലതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുക. അടുത്ത തിരുവനന്തപുരം സെൻട്രൽ, നമുക്കറിയാം കേരള നിയമസഭ നിലനിൽക്കുന്ന തിരുവനന്തപുരം സെൻട്രൽ, അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ വരാൻ ചാൻസ് ഉള്ളത് അവിടെ ഇടതുപക്ഷത്തിൽ കേരള കോൺഗ്രസ് ജനാധിപത്യ കോൺഗ്രസിനാണ് ആ തിരുവനന്തപുരം സെൻട്രൽ സീറ്റ്. അവിടെ നിലവിൽ ഉള്ള MLA ആന്റണി രാജു തന്നെയായിരിക്കും 2026 ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പോകുന്നത് കോൺഗ്രസിലെ മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റും മുൻ മന്ത്രി G. കാർത്തികേയൻ്റെ മകനുമായ ശബരിനാഥ് ആയിരിക്കും തിരുവനന്തപുരം സെൻട്രലിലെ UDF സ്ഥാനാർത്ഥി. കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം നമുക്കറിയാം. 3 മുന്നണികൾക്കും ശക്തമായ സ്വാധീനമുള്ള മണ്ഡലം. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ BJP 2ാം സ്ഥാനത്ത് വന്ന മണ്ഡലം. എന്നാൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ BJP 1ാം സ്ഥാനത്ത് വന്ന മത്സരം. കേരളത്തിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നൊരു മണ്ഡലം കഴക്കൂട്ടം മണ്ഡലം. നിലവിൽ അവിടെ CPM-ന്റെ MLA ആണ്. എന്നാൽ 2026 അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പോകുന്നത് മുൻ മേയറും നിലവിൽ വട്ടിയൂർക്കാവിൻ്റെ MLA-യുമായിട്ടുള്ള VK പ്രശാന്താണ് 2026 കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ സാധ്യതയുള്ളത് കഴക്കൂട്ടത്ത് മുൻ MLA ആയിട്ടിരുന്ന, ഒരു ഘട്ടത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചു വരെ MLA ആയിട്ടുള്ള MA വാഹിദായിരിക്കും 2026 കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലെ UDF-ന്റെ സ്ഥാനാർത്ഥി. അടുത്ത വട്ടിയൂർക്കാവ് നിലവിൽ V. പ്രശാന്താണ് അവിടുത്തെ MLA. എന്നാൽ 2026 നിയമസഭാ ഇലക്ഷനിൽ വട്ടിയൂർക്കാവിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് നിലവിലെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ ആര്യ രാജേന്ദ്രനായിരിക്കും 2026 വട്ടിയൂർക്കാവിൽ നിന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി. വട്ടിയൂർക്കാവിൽ നിന്ന് 2026 UDF-ന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് മുമ്പ് വട്ടിയൂർക്കാവ് MLA ആയിട്ടിരുന്ന മുൻ KPCC പ്രസിഡന്റും കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവുമായിട്ടുള്ള K. മുരളീധരനായിരിക്കും 2026 വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിക്കുന്ന UDF-ന്റെ സ്ഥാനാർത്ഥി. അടുത്ത കുണ്ട്ര നിയമസഭാ മണ്ഡലം, നിലവിൽ PC വിഷ്ണുനാഥാണ് കുണ്ട്ര നിയമസഭാ മണ്ഡലത്തിലെ MLA. 2026 നിയമസഭാ ഇലക്ഷനിൽ PC വിഷ്ണുനാഥ് തന്നെയായിരിക്കും UDF-ന്റെ സ്ഥാനാർത്ഥിയായി കുണ്ട്രയിൽ നിന്നും ജനവിധി തേടുന്നത്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് DYFI നേതാവും ചിന്ത ജോറാമായിരിക്കും 2026 കുണ്ട്രയിൽ നിന്ന് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി 2026 ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത്. അടുത്ത കൊല്ലം നിയമസഭാ മണ്ഡലം നിലവിൽ CPM-ലെ M. മുകേഷാണ് അവിടുത്തെ MLA. 2 ടേം പൂർത്തീകരിച്ച മുകേഷ് ഒരിക്കൽ കൂടി മത്സരിക്കാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ 2026 കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് നിലവിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന S. സുദേവനായിരിക്കും 2026 കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി. കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ 2026 UDF-ന്റെ സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് മുൻ DCC പ്രസിഡന്റും കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ തന്നെയായിരിക്കും 2026 കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ UDF-ന്റെ സ്ഥാനാർത്ഥിയാവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അടുത്ത ചവറ നിയമസഭാ മണ്ഡലം നമുക്കറിയാം. നിലവിൽ ഇടതുപക്ഷ സ്വതന്ത്രനായ സുജിത് വിജയംപിള്ളയാണ് അവിടുത്തെ MLA.
അദ്ദേഹം തന്നെയായിരിക്കും 2026 ചവറ നിയോജക മണ്ഡലത്തിലെ LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മുൻ മന്ത്രിയും മുൻ ചവറ MLA ഒക്കെ ആയിട്ടിരുന്ന RSPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഷിബു ബേബി ജോൺ ആയിരിക്കും 2026 ചവറ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അടുത്ത കുന്നത്തൂർ നിയമസഭാ മണ്ഡലം നമുക്കറിയാം. നിലവിൽ കോവൂർ കുഞ്ഞുമോൻ ഇടതുപക്ഷത്തിലെ ഘടകകക്ഷിയായ RSPയിലെ നേതാവ് കോവൂർ കുഞ്ഞുമോനാണ് കുന്നത്തൂർ നിയമസഭാ മണ്ഡലത്തിലെ നിലവിലെ ജനപ്രതിനിധി. 2026 അദ്ദേഹം തന്നെ ആയിരിക്കും കുന്നത്തൂർ മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് RSPയുടെ യുവജന വിഭാഗം നേതാവായ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ അവിടെ മത്സരിച്ച UDFന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം തന്നെയായിരിക്കും 2026 കുന്നത്തൂർ നിയോജക മണ്ഡലത്തിലെ UDFന്റെ സ്ഥാനാർത്ഥി ഉല്ലാസ് കോവൂർ. അദ്ദേഹം തന്നെയായിരിക്കും 2026 കുന്നത്തൂർ നിയമസഭാ മണ്ഡലത്തിലെ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ചാൻസ് ഉള്ളത്. അടുത്ത കരുനാഗപ്പള്ളി. നിലവിൽ കോൺഗ്രസിലെ CR മഹേഷാണ് കരുനാഗപ്പള്ളി MLA. 2026 അദ്ദേഹം തന്നെയായിരിക്കും കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ നിന്നും UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അവിടെ CPIക്കാണ് സീറ്റ്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ കഴിഞ്ഞ തവണ മത്സരിച്ച R രാമേന്ദ്രൻ അദ്ദേഹം മരണപ്പെട്ടു. അടുത്ത തവണ CPIക്ക് തന്നെയാണ് ആ സീറ്റെങ്കിൽ അവിടെ മത്സരിക്കുവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് AIYFന്റെ നേതാവും കരുനാഗപ്പള്ളി ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായിട്ടുള്ള അഡ്വക്കേറ്റ് അനിൽ എസ് കല്ലേലി ഭാഗമായിരിക്കും 2026 കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അടുത്ത റാന്നി നമുക്കറിയാം. നിലവിൽ ഇടതുപക്ഷത്തിലെ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രമോദ് നാരായണനാണ് അവിടുത്തെ MLA. 2026 അദ്ദേഹം തന്നെയായിരിക്കും റാന്നി നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് കഴിഞ്ഞ തവണ അവിടെ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ട അദ്ദേഹം തന്നെയായിരിക്കും 2026 റാന്നി നിയമസഭാ മണ്ഡലത്തിൽ നിന്നും UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ടിങ്കു ചെറിയാൻ. അടുത്ത അടൂർ നിയമസഭാ മണ്ഡലം നമുക്കറിയാം. നിലവിൽ കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായ ചിറ്റിയം ഗോപകുമാർ പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ് അടൂർ. CPIയുടെ നേതാവാണ്. 2026 ആ സീറ്റ് CPIക്കാണെങ്കിൽ ചിറ്റിയം ഗോപകുമാർ തന്നെയായിരിക്കും 2026 അടൂർ നിയമസഭാ മണ്ഡലത്തിലെ LDFന്റെ സ്ഥാനാർത്ഥി. അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായിട്ടിരുന്ന കഴിഞ്ഞ തവണ അവിടെ നിന്ന് മത്സരിച്ച തുച്ഛമായ വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് MJ കണ്ണൻ. അദ്ദേഹം തന്നെയായിരിക്കും 2026 അടൂർ നിയമസഭാ മണ്ഡലത്തിലെ UDFന്റെ സ്ഥാനാർത്ഥി. എന്തുതന്നെയായാലും 2026 നിയമസഭാ ഇലക്ഷൻ ശക്തമായ പോരാട്ടമായിരിക്കും കേരളത്തിൽ നടക്കുന്നത്. ഈ 140 നിയമസഭാ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ ഒറ്റ വീഡിയോയായി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പാർട്ടുകളായിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോകൾ ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള LDFന്റെ ആയാലും UDFന്റെ ആയാലും മറ്റു പാർട്ടികളുടെ ആയാലും അവിടെ മത്സരിക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ ആരാണ് എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതേപോലെ